ഇതാണ് ഞാൻ ആദ്യമായിട്ടൊരു മിന്നൽ മുരളി ഡ്രസ്സ് ചെയ്തിട്ട് ഫെയിലിയർ ആവുന്ന ഡ്രസ്സ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാഠമായിട്ട് എടുത്ത് വെച്ചാണ്. ഇത് എനിക്ക് കളയായിരുന്നു ഒന്ന് കത്തിച്ച്. ബട്ട് ഇതെൻ്റെ ലൈഫിൽ ഒരു വലിയ ലിസൺസ് ആയിട്ട് ഇരിക്കട്ടെ. എൻ്റെ ഫസ്റ്റ് ഫെയിലിയർ ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ അത്ര വലിയ ഡിസൈനറാണെന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫെയിലിയർ കാണുന്നത് ഈ ഡ്രസ്സിന്മേ. എനിക്ക് അതായത് ഞാൻ ഭയങ്കര ഫെയിലിയർ ആയിപ്പോയി. അതിൻ്റെ പേരിൽ കുറേ കരയേണ്ട വന്നിട്ടുണ്ട്, കുറേ ഡിപ്രഷൻ ആവേണ്ട വന്നിട്ടുണ്ട്. ഞാൻ പണിയെടുക്കാൻ അറിയില്ലാത്തവനാണെന്ന് വരെ തോന്നേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. ബട്ട് അതെൻ്റെ എക്സ്പീരിയൻസ് കുറവായിരുന്നു എന്ന് മാത്രം ഞാൻ ലിസൺ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്ത പടങ്ങൾ നല്ല സിനിമകൾ ചെയ്യുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയിലിയർ എനിക്ക് ലൈഫിൽ ആദ്യം തന്നെ കിട്ടിയത് കൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ചെയ്ത റെഫറൻസ് ഉണ്ടോ, അതേപോലെ തന്നെ വേറൊരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് ഇതിനേക്കാളും ഭയങ്കര ഞാൻ ഈ 2 പണിയെടുത്തതിനേക്കാളും ഭയങ്കര എളുപ്പപ്പണിയായിരുന്നു ശരിക്കും നമ്മളിപ്പോൾ കൊടുത്ത. ഇപ്പോൾ ദീപാലി മാം വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഡിസൈനറോട് എങ്ങനെ ക്ലബ് ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ ആ ഡിസൈനറെ പഠിപ്പിച്ചാൽ ലിസൺസ് ഭയങ്കര ഈസി ആയിരുന്നു. ഇത്ര ഹാർഡ് വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഭയങ്കര ഈസി പരിപാടിയായിരുന്നു. ബട്ട് ഇച്ചിരി കൂടിയും ട്രിക്കി വേലി ട്രയൽ ചെയ്തിട്ട് അത് ഫെയിലിയർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആക്ച്വലി ഇത് വർക്കാവില്ല എന്ന് ഇത് തയ്ച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി. ബട്ട് അത് നമ്മൾ കൊണ്ടുപോയി ട്രയൽ ചെയ്തിട്ട് നമ്മളത് പ്രോപ്പർലി അതിൻ്റെ റിവ്യൂസ് കേൾക്കുക, എന്നിട്ട് ഇത് വർക്കല്ല എന്ന് പറയുമ്പോൾ നമ്മളത് ഫെയിലിയർ ആണെന്ന് നമ്മൾ പഠിക്കണം. അല്ല മാം ഓൾറെഡി ഉണ്ടായിരുന്നു, എനിക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കിട്ടിയൊരു അവസരമായിരുന്നു, അതിനകത്ത് മറ്റേ ഫെയിലിയറായി. ബട്ട് ഇന്നിപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ്ലി പറയാം, മലയാള സിനിമയിൽ ഏത് ഡിസൈനേഴ്സ് വേണമെങ്കിലും എന്ത് സൂപ്പർ ഹീറോ പ്ലാൻ ചെയ്തോ അത് ഞാൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിൽ ഉണ്ടാക്കും എന്ന് പറയുന്നത് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കിന്നൊരു മാസ്റ്റർ ഉണ്ട്, റഫീഖ് എന്ന് പറയുന്നത്. 35 വർഷം ഞാനിവിടെ കുറേ നാൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു രസമുള്ള മാസ്റ്ററിനെ എനിക്ക് കിട്ടിയിട്ടില്ല. ദെൻ എൻ്റെ ഒരു ഇൻറ്റൻഷനായിരുന്നു മറ്റൊരു ഡിസൈനേഴ്സ് ഞാൻ കരഞ്ഞ മാതിരി ഫെയിലിയേഴ്സ് അവർ മുമ്പിൽ വെച്ച് കാണുന്നത്. കാരണം ഇത് നല്ലൊരാൾ ഉണ്ടാക്കി തരാനുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഡിസൈൻ കൊടുത്ത് ചെയ്താൽ മതിയായിരുന്നു. ഫെയിലിയർ അല്ല, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോൾ ഇന്ന് തോറ്റില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പഠിക്കുമോ? ഇല്ല. ഇന്ന് ഇവർ വലിയ യൂണിറ്റ് തുടങ്ങും. ഇല്ല, ലോക ചെയ്യാൻ പറ്റി. ഇന്നൊരു വലിയ സ്പെഷ്യൽ യൂണിറ്റ് ഉണ്ട് എനിക്ക് ഏത് ഡിസൈനേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ. പിന്നെ ഇത് ഞങ്ങളെ മിന്നൽ മുരളിയിൽ വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ പ്രിൻ്റ് ഞങ്ങൾ തന്നെയായിരുന്നു രാത്രി ഇരുന്ന് ഓരോ ടീഷർട്ടിലും പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനെൻ്റെ ഡിനോ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു, അവനും കൂടി. ഇപ്പോൾ പോമ ഇതൊക്കെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് തന്നിട്ട് ടീഷർട്ട് വന്ന് ചൂസ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഈ ടീഷർട്ടിലാണ് ലോ കോസ്റ്റ് വേണ്ടത്, അപ്പോൾ തന്നെ ലോ കോസ്റ്റ് ആയിരിക്കും ഞങ്ങൾ. ഞാൻ പറഞ്ഞില്ല 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മാഡായിട്ടുള്ള കട്ടിങ് മാസ്റ്റർ അത് റഫീഖ, ഞങ്ങളുടെ ഹൗസ് ഓഫ് കൾട്ടിൻ്റെ മെയിൻ അതായത് അതായത് നമ്മളൊരു പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫെയിലിയർ ഞാൻ ഫസ്റ്റ് കാണുന്നത് നമ്മൾ സ്കെച്ച് കൊടുത്തിട്ട് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഒരാളുടെ ലഭിക്കുകയാണ്. അവിടെ അയാൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റാത്തതിനോട് മാത്രം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഫെയിലിയറാണെന്ന് പറയേണ്ടി വന്നു. അത് ഞാൻ കൊടുത്ത സ്ഥലം മോശമായിപ്പോയി, എനിക്ക് അവിടെ പോയി ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ അപ്പോഴാണ് മനസ്സിലാക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സാധനം കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ടെക്നീഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ്. അതുകൊണ്ടാണ് പുറമൊക്കെ നല്ല നല്ല ക്രാഫ്റ്റ് ഉണ്ട്. അങ്ങനെ കണ്ടതിൽ ഒരു കലക്കം മെമ്പറാണ്. ചെറുതായിട്ട് അയ്യോ